നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും അധികം സഹിച്ചിരുന്ന ഒരു പ്രശ്നമാണ് പവർ കട്ട്. പണ്ട് കാലത്ത് ക്രിക്കറ്റ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്ന ആ സമയത്തായിരിക്കും കറണ്ട് പോകുന്നത്. ആ കാലമൊക്കെ മാറി. UPS ആയി, ഇന്ന് സോളാറായി. ടെക്നോളജിയുടെ അപ്ഗ്രേഡേഷൻ മൂലം നമുക്ക് ആ പ്രശ്നങ്ങളൊന്നും നമുക്ക് പുതിയ ജനറേഷൻ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഏത് സംരംഭത്തിൻ്റെ വിജയത്തിലും ഇന്ന് ഇൻവെൻഷൻ അല്ല, ഇന്നൊവേഷനാണ് വേണ്ടത്. മാർക്കറ്റിൽ എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പുറകെ പോയവർ എന്നും വിജയിച്ചിട്ടുണ്ട്. എന്ത് പണിയും ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് കഠിനാധ്വാനികളുടെ ലക്ഷണം. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അവർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് എന്നുള്ളത് കൊണ്ട് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ എന്ന് ചിന്തിച്ചവരല്ല. എന്ത് പണിയും ചെയ്യാം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ തൊഴിലേക്ക് കിടന്നത്. അവിടെ നിന്ന് അവർ ചെയ്തത് ആ ബൈക്കിൽ വെച്ചുകൊണ്ട് സോളാർ ഹീറ്റർ വിൽക്കാൻ പോയി. അതിനുശേഷം പുരപ്പുറത്ത് കയറി എന്ത് സാധനവും ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന ധൈര്യത്തിൽ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ്, എന്ത് റിസ്ക് എടുക്കാനും തയ്യാറായി. പക്ഷെ അതിന് ദൈവം അവർക്ക് പ്രതിഫലം കൊടുത്തു. അവർക്ക് നല്ലൊരു കർമ്മമേഖല കാണിച്ചു കൊടുത്തു. സോളാർ, അതിൽ തന്നെ ഗ്രിഡ്. ഇതിൻ്റെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. ഇപ്പം നമ്മളെപ്പോഴും ആലോചിക്കുക, വെള്ളം നമ്മൾ സംഭരിക്കുന്നു, ഡേറ്റ സംഭരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇതിനോടൊപ്പം തന്നെ ഭാവി എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി സ്റ്റോറേജ് ആയിരിക്കാം. അത് കൃത്യമായി ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ കാലത്തിന് മുന്നേ സഞ്ചരിച്ചവരാണ് എന്നും വിജയം കൊയ്തിട്ടുള്ളത്. അത്തരം ഒരു പാതയിലാണ് രണ്ട് ചെറുപ്പക്കാർ. അവരുടെ സംരംഭം വളരാൻ കാരണം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം ഈ വിഷൻ തന്നെയാണ്.